പ്രഗ്നൻസിയിലെ ആദ്യ 3 മാസങ്ങളിലുള്ള ബ്ലീഡിങ് എല്ലാവർക്കും ഒരു പ്രയാസമുള്ള കാര്യമാണ്. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസത്തിൽ പല പേഷ്യൻസും ചെറിയ സ്പോട്ടിങ് ഉണ്ട്, അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ട്, ചെറുതായിട്ട് രക്തക്കട്ട പാസ് ചെയ്ത് പോകാറുണ്ടെന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരാറുണ്ട്. അപ്പോൾ പല കാരണങ്ങൾ അതിനകത്ത് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ എപ്പോൾ ഒരു പേഷ്യൻ്റ് ബ്ലീഡിംഗ് ആയിട്ടോ അല്ലെങ്കിൽ വേദനയായിട്ടോ വന്നാൽ ആദ്യം ചെയ്യേണ്ടത് തന്നെ ഒരു സ്കാൻ എടുത്ത് നോക്കണം എന്നുള്ളതാണ്. ഒരു സ്കാൻ എടുത്ത് നോക്കിയിട്ട് കുട്ടിയുടെ ഭ്രൂണത്തിന് ഹാർട്ട് ബീറ്റ് ഉണ്ടോ അല്ലെങ്കിൽ അത് കാർഡിയാക് ആക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കണം. നോക്കിയതിന് ശേഷം അബോർഷൻ ഒന്നും ആയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ കാർഡിയാക് ഹാർട്ട് ബീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പേഷ്യൻറ്റോട് പറയാം ആ പ്രഗ്നൻസി ഇതുവരെയും നമ്മൾ സേഫാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരു തരത്തിലുള്ള ഈ ഹോർമോൺ ഇഞ്ചക്ഷൻ ഉണ്ട്, HCG എന്ന് പറഞ്ഞ ഇഞ്ചക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ടാബ്ലറ്റ്സ് ഉണ്ട്. ഇതൊക്കെ കൊടുക്കുമ്പോൾ മിക്കവാറും കേസുകളിൽ അത് സെറ്റിൽ ചെയ്യാറുമുണ്ട്. പിന്നെ വേറൊരു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്യൂബൽ പ്രഗ്നൻസി, ട്യൂബിനകത്തുണ്ടാകുന്ന പ്രഗ്നൻസികളിൽ ഇങ്ങനെ ബ്ലീഡിങ് വരാറുണ്ട്. പക്ഷേ അതിന് ഒപ്പം നല്ല വയറുവേദനയും കാണും, അതോടൊപ്പം തന്നെ തലകറക്കം വരാം, പേഷ്യൻ്റ് ക്ഷീണം വരാം, BP കുറയാം, അങ്ങനെയൊക്കെയുള്ള കോംപ്ലിക്കേഷൻ വരികയാണെങ്കിൽ അത് ട്യൂബൽ പ്രഗ്നൻസി റപ്ചർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ കേസും ഒരു ബ്ലീഡിങ്ങിൻ്റെ ഒരു കാരണമാണ്. അപ്പോൾ എപ്പോഴും ഒരു സ്കാനിങ് ആണ് ആദ്യം വേണ്ടത്. പിന്നെ ഉള്ളതാണ് മുന്തിരിക്കൊല പ്രഗ്നൻസി അല്ലെങ്കിൽ മോളാർ പ്രഗ്നൻസി എന്ന് പറയും. മോളാർ പ്രഗ്നൻസി നമ്മൾ കാണുകയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ആ പ്രഗ്നൻസി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളത് ഡിയാൻസ് ചെയ്ത് അത് ഒഴിവാക്കണം. പിന്നെ നമ്മൾ 3-ാം മാസത്തിൽ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ മറുപിള്ള താഴോട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കേസുകളിലും മറുപിള്ളയിൽ നിന്നുള്ള ബ്ലീഡിങ് വന്നിട്ട് പേഷ്യൻറ്റിന് അലോസരം സൃഷ്ടിക്കാറുണ്ട്. അപ്പോൾ ഇതും നമുക്ക് അത് ബ്ലീഡിങ് ഓവറായിട്ടില്ലെങ്കിൽ നമുക്ക് ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ്സ് വഴിയോ മിക്കവാറും നിൽക്കുന്നതാണ്. ഏതൊരു പേഷ്യൻറ്റും നമുക്ക് കൂടുതൽ ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ്. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ്ങുകൾ ഉണ്ടാവാറുണ്ടല്ലോ. ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് മിക്കവാറും എല്ലാ പേഷ്യൻസിനും കാണുന്നതാണ്. അത് തുടക്കത്തിൽ കാണുന്ന ബ്ലീഡിങ് ആണ്. പക്ഷേ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് സ്കാനിങ്ങിൽ വ്യക്തമാകണമെന്നുമില്ല, പ്രഗ്നൻസി നമുക്ക് കൺഫേം ചെയ്യണമെന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് തെളിയുന്നതിന് മുമ്പായി നമ്മളപ്പോൾ BTICG ചെയ്ത് നോക്കണം. BTICG ചെയ്ത് നോക്കിയിട്ട് പ്രഗ്നൻസി ആണ് അതിൻ്റെ റീസൺ എന്നുള്ളത്, ബ്ലീഡിങ്ങിൻ്റെ റീസൺ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും എന്തെങ്കിലും തരത്തിൽ നമുക്ക് ബ്ലീഡിങ് ഓവർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പേഷ്യൻസിനെ അഡ്മിറ്റ് ആക്കുന്നതും നല്ലതായിരിക്കും. ചില പേഷ്യൻസ് പൈൽസിൻ്റെ ബ്ലീഡിങ് ചിലപ്പോൾ ഈവൻ അത് തന്നെ പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, പൈൽസിൻ്റെ ഒരു ബ്ലീഡിങ് കണ്ടാൽ തന്നെ ഇത് പ്രഗ്നൻസി റിലേറ്റഡ് ബ്ലീഡിങ് ആണ് തെറ്റിദ്ധരിച്ച് വരാറുണ്ട്. പിന്നെ മിസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞ സംഗതിയുണ്ട്. ഇപ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ല, അങ്ങനെ വന്ന കേസുകളിൽ സ്കാൻ എടുക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിൽ അത് നമ്മൾ മിസ്ഡ് അബോർഷൻ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണ് വരുന്നത്. അങ്ങനെയുള്ള പ്രഗ്നൻസി നമ്മൾ ഹാർട്ട് ബീറ്റ് വന്നിട്ട് പിന്നീട് അത് അപ്രത്യക്ഷമായി പോവുകയാണെങ്കിൽ, ബ്ലീഡിങ്ങിനെ തുടർന്ന് അപ്രത്യക്ഷമായി പോവുകയാണെങ്കിൽ നമ്മൾ ആ പ്രഗ്നൻസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് മരുന്ന് കൊടുത്ത് ഒഴിവാക്കുകയോ അല്ലെങ്കിൽ DNC മുഖേന ഒഴിവാക്കുകയോ ചെയ്യേണ്ടി വരും. ഓക്കെ, ശരി.